എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി എഗ്ഗ് ബിരിയാണിയാണ്. പെട്ടെന്ന് ഒരു ബിരിയാണി കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണി തന്നെയാണ്. നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് മുട്ട. അപ്പോൾ മുട്ട വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇതിലേക്കുള്ള മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള മുട്ട നിങ്ങളെങ്ങനെയാണോ പുഴുങ്ങിയെടുക്കുന്നത് അതുപോലെ പുഴുങ്ങിയെടുക്കുക. അതിനുശേഷം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ചോറൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വറ്റിച്ചെടുത്തിട്ടാണ്, അതായത് നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന പോലെയാണ് ഈ ചോറ് വേവിച്ചെടുക്കുന്നത്. അതല്ലാതെ നമ്മൾ വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചൂടായിട്ടുള്ള പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒലിവ് ഓയിൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നെയ്യിൻ്റെ കൂടെ വരുമ്പോൾ ആ ഒലിവ് ഓയിലിൻ്റെ ടേസ്റ്റ് എല്ലാം ഉണ്ടാവുക, നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കണം. പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, അതുപോലെ ബേ ലീഫ്, ഏലക്കായ, ഇത്രയും ഹോൾ സ്പൈസസ് ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാടധികം സവോളയൊന്നും ചേർക്കണ്ട. ഒരു ചെറിയൊരു കഷ്ണം സവോള ഇതുപോലെ അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. കളർ മാറി വരുന്നവരെ ഒന്ന് സോട്ട് ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണ് നിറയെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 കപ്പ് അരിക്കാണ് ചോറുണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 4 കപ്പും പിന്നെ ഒരു കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ട്. അതായത് ഒരു 1/4 കപ്പ് അത്രയും വെള്ളം ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അരി ചേർത്ത് കൊടുക്കുമ്പോൾ അതിലുള്ള വെള്ളം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് ഊറ്റി കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആ ഒരു കണക്ക് തെറ്റിപ്പോവുകയുള്ളൂ. അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു വെള്ളത്തിൻ്റെ കണക്ക് ഓരോ അരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് ഈ കറക്റ്റ് അളവാണ് കേട്ടോ. ഈ കറക്റ്റ് അളവിലാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. ഇതിപ്പോൾ ഇതാ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ കറക്റ്റായിട്ട് അരി വെന്ത് വന്നിട്ടുണ്ട്. ബസുമതി റൈസ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. ഇതിന് പകരം ജീരകശാല റൈസ് വെച്ചിട്ടും ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പിന്നെ പെട്ടെന്നൊക്കെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ ബസുമതി റൈസിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഇനി ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചൂടായിട്ടുള്ള പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് നമ്മളുടെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് പേസ്റ്റ് ആക്കരുത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. പേസ്റ്റ് ആക്കി ചേർക്കുമ്പോൾ എനിക്ക് മസാല അത്ര ടേസ്റ്റ് ഉള്ള പോലെ തോന്നാറില്ല. അപ്പോൾ ഏകദേശം ഞാനൊരു 2 ടേബിൾ സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ട് തന്നെ ഇത് സോട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ മസാല ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനുശേഷം ഇതിലേക്ക് ഇനി സവോള ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കണം. പെട്ടെന്ന് സോട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഈ സവോളയൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ല കളറ് മാറി വരുന്ന രീതിയിൽ തന്നെ ഇത് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂണിനേക്കാട്ടിലും കുറച്ച് കൂടുതൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്ര തന്നെ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയൊന്നും അധികം ചേർക്കരുത് കേട്ടോ, ഇത്ര തന്നെ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കേണ്ടത് ബിരിയാണി മസാലയാണ്. ഞാനൊരു 2 ടീസ്പൂണ് നിറയെ ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട്. പുറത്തുനിന്ന് വാങ്ങുന്ന ഇൻസ്റ്റൻറ്റ് ബിരിയാണി മസാല വേണമെങ്കിൽ ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണി മസാല ചേർക്കാം. ഞാനിപ്പോൾ അത് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി മുഴുവനായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പുതിനയുടെ ഇലയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നാലാണ് ബിരിയാണിയുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. മല്ലിയിലയും പുതിനയുടെ ഇലയും എന്തായാലും ചേർത്തിട്ടുണ്ടാവണം, എന്നാലാണ് ബിരിയാണി മസാലയുടെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക.
ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് നിങ്ങൾ തൈര് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന തൈര് അത്ര പുളിയൊന്നും ഇല്ലാത്ത ടൈപ്പ് തൈരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നിറയെ തൈര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇനി ഈ ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ലൂസാക്കണം. ഒരുപാട് ലൂസാക്കരുത്, ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് അത്രയും ഒഴിച്ചു കൊടുത്താൽ മതി, അധികം ഒഴിച്ചു കൊടുക്കരുത്. എന്നിട്ടൊന്ന് ലൂസാക്കാം ഈ ഗ്രേവി. അതിനുശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്ന മുട്ടയുണ്ടല്ലോ, ഇതുപോലെ മുറിച്ചിട്ടുള്ള മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചേർക്കുമ്പോഴാണ് മുട്ട ബിരിയാണിക്ക് ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതല്ലെങ്കിൽ മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് തീരെ ഈ ഗ്രേവിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഒരെണ്ണം നമ്മൾ ഇതുപോലെ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള മുട്ടകൾ നമുക്ക് മുറിക്കാതെ മുഴുവനായിട്ടും ഇതുപോലെ ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ മേലെ 1-2 വരകൾ വരച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ മസാലയൊക്കെ മുട്ടയുടെ ഉള്ളിൽ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു മുട്ട എന്തായാലും മുറിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം, എന്നാലാണ് ആ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കിനി ബിരിയാണി ദമ്മിടാം. ദമ്മിടാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു അടിക്കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള പാത്രം വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ദമ്മ് സാധാരണ ഇടുന്ന പോലെ തന്നെ ആദ്യം നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ദമ്മിടുന്ന അതേ പ്രോസസ്സ് തന്നെ. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും അതുപോലെ കാഷ്നട്ട്സും റേസിൻസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ നമ്മൾ വറ്റിച്ചെടുത്തിട്ടുള്ള ചോറായതുകൊണ്ട് നെയ്യ് പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. അതിൽ അത്യാവശ്യം നല്ല നെയ്യ് ഉണ്ടായിരിക്കും. ഊറ്റിയെടുത്തിട്ടുള്ള ചോറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി വീണ്ടും ഞാൻ കുറച്ച് ചോറ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈനലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട്സും അതുപോലെ റൈസിൻസും മല്ലിയിലയും അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പാത്രം നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രത്തിൻ്റെ അതേ മൂടി തന്നെയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആവിയൊന്നും പോവാതെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ 15 മിനിറ്റ് തന്നെ ദം ചെയ്തെടുത്തിട്ടുള്ള ബിരിയാണിയാണ്. പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.